എല്ലാം മുന്നിൽ ഒഴിക്കുന്നൊക്കെ ചില നേരം മനസ്സ് പിടിവിട്ടു പോകുന്നത് അതാണ്. ഭാഷ നോക്ക് ഏതെങ്കിലും മനോഹര ഡോക്ടറൊന്ന് കാണിച്ചാലേ. നല്ല സ്നേഹമുള്ള അച്ഛന്മാർ നടത്തുന്ന ഒരു സ്നേഹസാധനമുണ്ട്. അങ്ങനെ എന്റെ അഗ്നി സ്നേഹസദനത്തിലേക്കുള്ള യാനം ഇവിടെ തുടങ്ങി. ഞാൻ അഗ്നി. തെരുവിലാക്കപ്പെട്ടവർക്കും വെളിവ് നഷ്ടപ്പെട്ടവർക്കും സ്വബോധം വിളമ്പുന്ന ഈ അഗ്നി എന്ന സ്നേഹസദനത്തിൽ നിന്ന് ഇന്ന് യാത്രയാവുന്ന ധ്യാനനിരതനായ രാമമാഷിനോട് അഗ്നിയുടെ ഓർമ്മപ്പെടുത്തൽ. മുന്നിലെ രണ്ട് കാലുകൾ കൈകളായി മാറിയപ്പോൾ സർവ്വതും ശുദ്ധീകരിക്കാനെത്തിയ എന്റെ ജന്മം നീ കണ്ടു. നിങ്ങളുടെ മകനാ
അതിർത്തിയിൽ തോക്കെടുത്ത് പോരാടുന്ന തീവ്ര സേനാനി. അവൻ മരിച്ചു. രാജ്യത്തിന് വേണ്ടി മരിക്കാനാകുക ജന്മപുണ്യമ. ബാക്കിയെല്ലാം കോഴിക്കോട് നിന്നാണ് പറഞ്ഞത്. മനുഷ്യരിൽ 10 മലയാളി ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേ അതിലൊന്നും അവൻ ആഗ്രഹത്തെന്ന് ഞാൻ ആഗ്രഹിച്ചറിഞ്ഞു. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ലോ കാര്യങ്ങൾ സംഭവിക്കാറ്. നഷ്ടമായിട്ട് വിശ്വസിക്കാനോ അത്രേ ഉള്ളൂ. പിന്നെ അവിടുന്ന് ഓടി പുറപ്പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞ് വന്നാൽ പിന്നെ സമയം കളയും. നമുക്ക് കല്ലറ അത്തക്കപ്പുറത്തോട്ട് കേൾക്കാം. കല്ലറയോ? സുകുമാരനെ പലപ്പോഴും ശിവകുട്ടിയോട് വിട്ടാൽ കല്ലറൊന്നും കേട്ട് വിജയൻ കമ്പി വന്നു പറഞ്ഞ് പോസ്റ്റ്മാന്റെ കൂടെ വന്നവര് മുറ്റത്തും പറമ്പിലായിട്ട് നിൽക്കാം. ആണോ? ചെല്ലു കൈകൊള്ളു. പക്ഷേ ഒന്നും തോന്നല്ല. നമുക്കെവിടെയാ കല്ലറ? ജനിപ്പിച്ചവരിങ്ങനെ നിൽക്കുമ്പോ മക്കളെ കരിയിച്ച് കളയുന്നത് അർത്ഥമാണ്. പിന്നെ കല്ലറ കിടക്കുകയാണെങ്കിൽ അവൻ അപ്പുറത്തൊന്നും തോന്നുന്നത് ഒരു ബലമാണ്. രക്തത്തിന് എന്ത് ജാതിയാണ്? മനുഷ്യനെ നന്നാക്കാനുള്ള മരുന്നിന്റെ ഉൾപ്പെടെയുള്ള എല്ലാ പ്രയാണങ്ങളും ഇതൊക്കെ മനുഷ്യന്റെ വികൃതികളാണ്. അതെ കൊണ്ടുപോകാനേ നമുക്ക് സമയം കിട്ടുന്നില്ല.